കുമ്പളങ്ങി ഗ്രീൻ നേച്ചർ ക്ലബിന്റെയും ഓപ്പൺ ജിം ക്രിക്കറ്റേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുമ്പളങ്ങി പാർക്കിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ യോഗം ആഹ്വാനം ചെയ്തു. കുമ്പളങ്ങി ഗ്രീൻ നേച്ചർ ക്ലബിന്റെയും കുമ്പളങ്ങി ഓപ്പൺ ജിം ക്രിക്കറ്റേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാഘോഷം കുമ്പളങ്ങി പാർക്കിൽ സംഘടിപ്പിച്ചു. അനീഷ് ലാൽ, സാംസങ് മണ്ണാലി, നിക്സൺ സൂര്യ, ദിലീപ് കുഞ്ഞുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. UNEP പ്രോഗ്രാം അനുസരിച്ചിട്ട് ഓരോ വർഷവും ഓരോ തീം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കപ്പെടുന്നത്. ഈ വർഷത്തെ തീം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ലോകവ്യാപകമായ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. UNEP ഈ പ്രോഗ്രാം ഈ വർഷം നടക്കുന്നത് എല്ലാ ജൂൺ 5-ാം തീയതിയാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നതും കൊണ്ടാടുന്നതും. അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകണം. പക്ഷേ ഇതൊരു തുടക്കം 5-ാം തീയതി. ഈ മാസം മുഴുവനും ഒരു പരിസ്ഥിതി പ്രവർത്തനങ്ങളായിട്ട് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും ഇടപെടുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മരം നടാനുപരി മറ്റു പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതി നമ്മൾ സംരക്ഷിക്കും. അതിനുവേണ്ടി ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ചിരുന്ന പ്ലാസ്റ്റിക് നിരോധിക്കുക, ഉപയോഗിക്കാതിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ടുള്ള വൃക്ഷങ്ങൾ നട്ടു വളർത്തുക, വനങ്ങൾ നശിപ്പിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ മുദ്രാവാക്യം പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അരുൺ വേണുഗോപാൽ നന്ദി പറഞ്ഞു. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യത്തോടെ ഐക്യപ്പെട്ട് പ്രവർത്തിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.